ഓണസദ്യ കഴിക്കാൻ പോയ വീഡിയോ ആണ്. ഞാനുണ്ടല്ലോ ഓണത്തിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത്. ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ബീച്ചിൻ്റെ സൈഡിലുള്ള 1918 റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടത്തേക്കായിരുന്നു. നമ്മൾ ആക്ടർ അബു സലീമില്ലേ, ഓരുടെ റെസ്റ്റോറൻറ്റാണിത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് വൈബാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് മരങ്ങളും പച്ചപ്പൊക്കെ ആയിട്ട് ഒരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണിത്. പിന്നെ എനിക്ക് ബിരിയാണിയേക്കാളും ഭയങ്കര ഒബ്സഷനുള്ള ഒരു ഐറ്റമാണ് സദ്യ. പിന്നെ അതിൻ്റെ കൂടെ പാൽപ്പായസം അതും കൂടി ഉണ്ടെങ്കിൽ തൃപ്തിയായി. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഓണസദ്യ ഉണ്ട് എന്ന് കണ്ടത്. അങ്ങനെ ഞാൻ ഇവിടെ വിളിച്ചു. പിറ്റേന്ന് തന്നെ ഞാൻ ഉച്ചയ്ക്ക് വന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഏതോ കോളേജിൻ്റെയോ ആദ്യമൊക്കെ ഓണം പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, കാരണം നല്ല റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. പിന്നെ അവിടെ നോർമൽ സദ്യ ഉണ്ടായിരുന്നു, ഓണസദ്യ ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് ഓണസദ്യ ഉണ്ടായിരുന്നത്. ഓണസദ്യക്ക് 350 റുപ്പീസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓണസദ്യയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇലയിട്ടു, വിഭവങ്ങളൊക്കെ വരാൻ തുടങ്ങി. സത്യം പറയും, അവരോരോന്നിങ്ങനെ കോരി ഇടുമ്പോൾ ഭയങ്കര സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ. കാരണം ഇലേൻ്റെ ഒരു സൈഡ് മുഴുവൻ കുറേ കറികളൊക്കെ അയച്ച്. എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടം പൈനാപ്പിൾ പച്ചടിയാണോ കിച്ചടിയാണോ എന്നറിയില്ല, അതും പിന്നെ പുളിയിഞ്ചിയാണ്. പണ്ട് എനിക്ക് പുളിയിഞ്ചി മാത്രമായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. റീസെൻ്റ്ലിയാണ് എനിക്ക് പൈനാപ്പിൾ പച്ചടിയോട് ഭയങ്കര ഇഷ്ടം വന്നത്. അങ്ങനെ ഫൈനലി ചോറ് വന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു നെയ്യ് ഒഴിച്ചു, പിന്നെ പരിപ്പ് കറി ഒഴിച്ചു. അങ്ങനെ ആദ്യം ഞാൻ പരിപ്പ് കറിയും നെയ്യും കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാറുണ്ടായിരുന്നു, സാമ്പാറും കൂട്ടി കഴിച്ചു. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുഴുവനായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല, കാരണം പകുതി കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് രസവും മോരുകറിയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനതൊന്നും കഴിച്ചില്ല. പിന്നെ 2 കൂട്ടം പായസം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ പപ്പടവും പായസവും കൂടി കഴിച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ പായസവും പപ്പടവും പിന്നെ പഴമൊക്കെ കൂട്ടി കഴിച്ചു. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി, കാരണം എനിക്ക് വർക്കിന് പോകാനുണ്ടായിരുന്നു.